ശരി വസീഫ്, ഇപ്പോൾ ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പഴയ സംഭവമല്ല. ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇത്തവണയല്ല, ഇതിനു മുൻപ് ഈ പറയുന്ന നിലമ്പൂരിലെ തന്നെ വഴിക്കടവ് പഞ്ചായത്തിലെ നാരോക്കാവ് വാർഡിൽ വെൽഫെയർ പാർട്ടിക്ക് ഒരു സീറ്റുണ്ട്. അവിടെ ആ സമയത്ത് ഭരിച്ചിരുന്നത് LDF ആണ്. അപ്പോൾ LDF ഭരിച്ചിരുന്നത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോട് കൂടിയാണ്. നിങ്ങൾ കുറേ പറഞ്ഞു, നവാസും പറഞ്ഞു, ഞാൻ പ്രേക്ഷകരോട് തന്നെ പറഞ്ഞു. ചോദ്യോത്തരം പറയുന്നില്ലേ? പാർട്ടി ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങൾ വരുന്നത് എന്ന് നവാസിനെയും സണ്ണിക്കുട്ടിയെയും ഒക്കെ എത്ര സന്തോഷത്തോടു കൂടി കെട്ടിയിരിക്കുക സ്മൃതി. ഏതായാലും ഞാൻ പറഞ്ഞോട്ടെ സ്മൃതി, ഇതൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന നീക്കുപോക്കുകൾ, അതെല്ലാം ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം തള്ളിപ്പറഞ്ഞതും തിരുത്തിയതുമാണ്. ഇനി ഒരു കാര്യം, ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ, ഈ തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്നവരല്ല, മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നവരല്ല എന്ന്. ഇക്കഴിഞ്ഞ മാസം ബഹളം വെക്കല്ലേ, ഇക്കഴിഞ്ഞ മാസം സയ്യിദ് കുത്തുബ് ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ എല്ലാ കാലത്തും വോട്ട് ചെയ്യാറ് വ്യക്തികളെ നോക്കിയിട്ടാ. നവാസ് എങ്ങനെ ഇടയിൽ കയറിയിട്ട് വല്ലാതെ നിങ്ങൾ ഇടപെടാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെട്ടത്. അതെ, നവാസ് ഇടപെടാൻ പറഞ്ഞത് കൊണ്ടായിരുന്നു ഞാൻ ഇടപെട്ടത്. ഞാൻ പറഞ്ഞോട്ടെ, ബഹളം വെക്കല്ലേ. സയ്യിദ് കുത്തുബ്, ഇവരുടെ എല്ലാം പടം ഉപയോഗിച്ചാണ് സോളിഡാരിറ്റിക്കാര് ഈ എയർപോർട്ടിൽ, ഈ കോഴിക്കോട് എയർപോർട്ടിൽ വന്ന് മാർച്ച് നടത്തി വലിയ സമര കോലാഹലം നടത്തിയത്. ആരായി സയ്യിദ് കുത്തുബും ഹസനുൽ ബന്നയും ഒക്കെ? ലോക ഇസ്ലാമിക തീവ്രവാദികളുടെ ആത്മീയ നേതാക്കന്മാരാ. അവരുടെ പടം ഉപയോഗിച്ച് ഇക്കഴിഞ്ഞ മാസവും ഇവർ സമരം നടത്തുക. എന്നിട്ട് നവാസിനെ പോലെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇവർക്ക് ഓശാന പാടുക. എന്നിട്ട് ഇവർക്ക് ഓശാന പാടുക ഇവര് തീവ്രവാദികളല്ലേ. ഞാൻ പറഞ്ഞോട്ടെ, എന്നിട്ട് കേരളത്തിന്റെ പുറത്ത് ഏതോ ഒരു സ്ക്രീൻഷോട്ട് കൊണ്ടുവന്നിട്ട് ഒരു നാടകമില്ലാതെ പറയാ, ഇവിടെ ഇവിടെ ഈ നാട്ടിൽ ഇതാ പകൽ പോലെ വ്യക്തമാകുന്ന തരത്തിൽ ഈ ചിത്രം കൊണ്ടുവന്നിട്ട് എന്നിട്ട് ബഹളം വെക്കുക. അങ്ങാടി തോട്ടിൽ അമ്മയോട് എന്ന് പറഞ്ഞതുപോലെ കളിക്കല്ല നവാസേ. ആദ്യം നിങ്ങളുടെ നേതാക്കന്മാരെ, നിങ്ങളുടെ സമസ്ത സുന്നി നേതാക്കന്മാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്ക്. നിങ്ങൾ പരസ്യമായി പറ, നിങ്ങൾ പരസ്യമായിട്ട് പറ, സ്വന്തം പച്ചക്കൊടി പോലും ഈ കേരളത്തിൽ ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്തവരാകുന്നത് ഇതുപോലെ നിലപാടില്ലാത്തതുകൊണ്ടാണ്. സ്വന്തം പച്ചക്കൊടി പോലും അരയിൽ തീരി കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ, അധികാരത്തിൽ കയറാൻ, എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ ഈ നാടിന്റെ മുമ്പിൽ ആളെ പറ്റിക്കരുത്. ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറഞ്ഞ് ലൈസൻസ് കൊടുക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ എത്തുക. നിങ്ങളുടെയൊക്കെ നിലവാരം എത്രയായി പോയി? നിങ്ങളുടെ നേതാവല്ലേ കഴിഞ്ഞ മാസം പറഞ്ഞത് ഇവര് തീവ്രവാദികളാണ്, ISIS ഉപമിക്കുന്നവരാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ഈ പറയുന്ന തരത്തിൽ നിങ്ങൾ പറയുക. നേരത്തെ BJP പ്രതിനിധി യുവരാജ് ഗോകുൽ പറഞ്ഞത് കേട്ടല്ലോ, വസീഫ് കേട്ടല്ലോ. യുവരാജ് ഗോകുൽ പറഞ്ഞത് വസീഫ് കേട്ടല്ലോ. വെള്ളാപ്പള്ളി പറഞ്ഞ പരാതിയിൽ CPM-നും ഒന്നും പറയാനില്ല എന്ന്, അല്ലേ? CPM-നും ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞത് കേട്ടല്ലോ യുവരാജ് ഗോകുൽ. അത് കേട്ടല്ലോ വസീഫ്, അതിലൊന്നും പറയാനില്ല അല്ലേ? സ്മൃതി 2010 30 സെക്കൻഡ് BJPയും ജമാഅത്തെ ഇസ്ലാമിയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാ. ഒരു നാണയത്തിന്റെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇവര് കാശ്മീരിൽ ഞങ്ങളുടെ നേതാവിന് അതിന് മത്സരിച്ചതാരാ? ജമാഅത്തെ ഇസ്ലാമി നേതാവാ. ആരുടെ പിന്തുണയില്ല? നിങ്ങളുടെ പിന്തുണയില്ല. നാണുണ്ടോ നിങ്ങൾക്ക്? കാശ്മീരിൽ മുഹമ്മദ് യൂസഫ് തരിഗാമി എന്ന് പറയുന്ന ഞങ്ങളുടെ അഖിലേന്ത്യാ നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം മത്സരിച്ചപ്പോ, കുൽഗാമിൽ മത്സരിച്ചപ്പോ അതിനെതിരെ മത്സരിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്കാരനാ. പിന്തുണ കൊടുത്തത് ഈ BJPയും RSS. ഇവരൊക്കെ തരാതരം പരസ്പരം കിട്ടുന്നത് വരെയോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. സമയം കഴിഞ്ഞുകൊണ്ടാണ്. അടുത്ത ദിവസം നിങ്ങൾ പുതിയ വിഷയം ഉണ്ടാക്കുകയാണെങ്കിൽ ആ പുതിയ വിഷയത്തിൽ ചർച്ച ചെയ്യാം. വളരെ നന്ദി. ഡിബേറ്റ്
with Smriti Parathikkad.